നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 7-ാം തീയതി 1201 ആണ്ട് ധനുമാസം 23-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നല്ല ദിവസമാണ് ബുധനാഴ്ച. ബുധനാഴ്ച വളരെ ഐശ്വര്യപ്രദമായ ദിവസമാണ്. പ്രവൃത്തികാരകൻ്റെ ദിവസമാണ്. ബുധൻ എന്ന് പറയുമ്പോൾ എന്ത് പ്രവൃത്തിക്കും നല്ല ദിവസമാണ് ബുധനാഴ്ച. വിദ്യ ആരംഭിക്കാനാവട്ടെ, ഒരു സംരംഭം തുടങ്ങാനാവട്ടെ, അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ആരംഭിക്കാനാവട്ടെ, ആപ്ലിക്കേഷൻ കൊടുക്കാനാവട്ടെ എന്ന് വേണ്ട എന്ത് കാര്യത്തിനും നല്ലൊരു ദിവസമാണ് ബുധനാഴ്ച. ആ ബുധനാഴ്ച നല്ല നക്ഷത്രവും കൂടി വരിക എന്ന് പറയുമ്പോൾ അതിലേറ്റവും ശ്രേഷ്ഠമായി തീരും. ഇന്ന് ഉദയ നക്ഷത്രം മകമാണ്. അപ്പോൾ മകനക്ഷത്രം ബുധനാഴ്ച. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ എന്ത് കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ ആഴ്ചയിൽ നമുക്ക് അടുത്ത സമയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യാൻ നോക്കുക. കാരണം അത് നിങ്ങൾക്ക് തടസ്സം കൂടാതെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ധനുമാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. ഭാഗ്യദായകമായ ഒരു വർഷം നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വർഷം. കാരണം ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റൊരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്കിട വരും. അതുപോലെ പഠനം ബ്ലോക്കായി നിൽക്കുന്നവർക്ക് ഉപരി പഠനത്തിന് സമയം അനുകൂലപ്രദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ പുരോഗതിയുടെ, ഉയർച്ചയുടെ, ഉന്നതിയുടെ ഒരു വർഷമാണ് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. ഇന്ന് നല്ലൊരു ദിവസമാണ്. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് സന്തോഷിക്കാം. പക്ഷേ നമുക്കിന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി. രാവുകാലം ഉച്ച സമയത്താണ് പറഞ്ഞത്. രാവുകാലം ഓരോ ദിവസം ഓരോ ടൈമാണ്. കലണ്ടറിൽ 12 തൊട്ട് 1:30 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:31 തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 1:57 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും പ്രത്യേകിച്ച് യാത്രയ്ക്ക് നല്ലതല്ല. ഒരു ശുഭകാര്യങ്ങൾക്കും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. 11:05 തൊട്ട് 12:31 വരെ ഗുളികനും 6:13 തൊട്ട് 9:39 വരെ യമകണ്ഠ കാല സമയവും. ഈ 2 സമയവും അത്ര കണ്ട് അനുകൂലപ്രദമല്ല. ഒരു ശുഭകാര്യങ്ങൾക്കും അത്ര നല്ലതല്ല. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം ഉച്ച സമയത്താണ് വരുന്നത്. അഭിജിത്ത് മുഹൂർത്തം 12:07 തൊട്ട് 12:55 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ സമയം രാവുകാല സമയമൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട. അല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും ഈ ദിവസം ഗുണപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.